ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നതൊക്കെ തന്നെ നമ്മളേവരും കണ്ടതാണ്. തൊട്ടു പിന്നാലെ യുവമോർച്ച പ്രവർത്തകരുമായുള്ള സംഘർഷവും ഒക്കെ തന്നെ വാർത്തകളിലൂടെയും മറ്റും നാം ഏവരും അറിഞ്ഞതാണ്. എന്നാൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷാവസ്ഥ തന്നെയാണ് പോലീസുമായിട്ടുണ്ടായത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളുടെ തിരിച്ചടിയെന്നോണം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അക്രമാസക്തരായത്. 3 പോലീസ് വാഹനങ്ങളുടെ ചില്ലാണ് അടിച്ചു തകർത്തത്. കന്റോൺമെന്റ് SI ഉൾപ്പെടെ നിരവധി പോലീസുകാർക്ക് 8ഓളം പോലീസുകാർക്കാണ് പരിക്ക് സംഭവിച്ചത്. ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്ക് സാരമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 22 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ DCC ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാനൊരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ അത് തടയുകയും ശക്തമായ പ്രതിരോധം തീർക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നു ഈ മാർച്ച് നയിച്ചതും. വലിയ വെല്ലുവിളി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഏകദേശം 4 മണിക്കൂർ നീണ്ടൊരു സംഘർഷ സാധ്യത തന്നെയായിരുന്നു നിലകൊണ്ടിരുന്നത്. പക്ഷേ പരമാവധി തുടക്ക സമയത്ത് പോലീസ് സംയമനം പാലിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് അക്രമാസക്തമാവുകയായിരുന്നു. കല്ലും വടിയും ചെരുപ്പും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണ രീതി തന്നെയായിരുന്നു അവർ അവലംബിച്ചത്. 5 തവണ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ശക്തമായ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിലാണ് തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നോർത്ത് ഗേറ്റിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായാണ് പിന്നീട് തിരിച്ചടി എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. സെക്രട്ടേറിയറ്റ് മതിലിനകത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അതിക്രമിച്ച് കയറാനായി ശ്രമിച്ചതോടെ പോലീസ് പ്രതിരോധിച്ചു. വടികളെടുത്ത് പോലീസിന് നേരെ അടിച്ചു. 2 പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് തല്ലിപ്പൊളിക്കുകയും ചെയ്തു. പോലീസിന് പിന്നീട് ലാത്തി വീശുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതോടെ പ്രവർത്തകർ ചിതറിയോടുകയും നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. വീണ്ടും ഒരു സംഘർഷ സാധ്യത ഉണ്ടായത് തിരുവനന്തപുരം DCC ഓഫീസിന് മുന്നിൽ തന്നെയാണ്. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലാണ് ഈ അക്രമ സാധ്യത ഉണ്ടായത്. പോലീസിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തകർ നിലകൊണ്ടത്. നഗരത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ഈ സംഘർഷത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 4 പേരെ DCC ഓഫീസിന് മുന്നിൽ വെച്ച് ബലം പ്രയോഗിച്ചിറക്കിയെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയവരെ പ്രവർത്തകർ തന്നെ, നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് അവരെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. കല്ലെറിഞ്ഞ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതോടെ ബസ്സിൽ നിന്നും അവരെ നേതാക്കൾ തന്നെ വലിച്ചിറക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതിനിടയിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ ഇടപെടലിനിടയിൽ ഒരു വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേക്കുറിച്ചുള്ള മറുപടി, അതിനുള്ള തിരിച്ചടി ഉറപ്പായും പോലീസുകാർക്ക് ലഭിക്കണം. ആ പോലീസുകാരൻ ആരാണോ, പോലീസുകാരി ആരാണോ, അവരെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിയിരിക്കുന്നത്. വീണ്ടും അതിൻ്റെ പേരിൽ ഒരു സംഘർഷമുണ്ടായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായി സാധിച്ചത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിന് പിന്നാലെയാണ് പോലീസിനെതിരെ രൂക്ഷ വിമർശനം പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്.